അബ്രോഡിലെ ജനങ്ങളോടാണ് ഇന്ത്യൻ സിറ്റിസൺ ഒരു കാര്യം പറയുന്നത്. ഒരുപാട് ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചിന്, ഒരുപാട് ആൾക്കാർ ബോംബെയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ താമസിച്ചിട്ട് പാസ്പോർട്ട് ഉണ്ടാക്കിയിന്. അതിൽ മരിക്കാത്ത ചില ആൾക്കാരുമുണ്ട്. അപ്പം 2002 കേരളം ഉണ്ടായത്. അതുകൊണ്ട് ഇവർ പറയുന്ന ഈ സാധനം കണ്ട 2002 വോട്ടർ പട്ടികയാണ് ഈ SIRന് അടിസ്ഥാനം. 2002 അല്ലാതെ ചെങ്ങായി കേരളം ഉണ്ടായത്. അപ്പോൾ കമ്മീഷൻ റിട്ടയറായ കമ്മീഷന് ഇല്ലെങ്കിൽ കമ്മീഷൻ പറയുന്ന 12 രേഖകളിൽ ഒന്നൊക്കെ നൽകണം. ആദ്യം കമ്മീഷനെ പിരിച്ചുവിടുക. 2 ശമ്പളം വാങ്ങുന്ന IAS ഓഫീസറെ പെട്ടെന്ന് പിരിച്ചുവിടുക. എന്നിട്ട് പഴയ രാജാക്കന്മാരെ കണക്കെടുത്തിട്ട് വന്നിട്ട് നമുക്ക് എന്തുണ്ടാക്കണോ? പുതിയ വോട്ടിംഗ് കാർഡെല്ലാം ഉണ്ടാക്കണം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കമ്മീഷൻ്റെ മുന്നിൽ ഇന്ത്യൻ സിറ്റിസൺ പറയാനുള്ളത്, രേഖയില്ലാത്ത ഒരാളും ആ ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണ്ട. ആ ഫോം ഓർ വാങ്ങിക്കൊണ്ടാന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആകെ പറയേണ്ടത് നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നാണ്. അപ്പം കറക്റ്റാണ് പറഞ്ഞു തരുന്നത് നിയമം. ഇവർ ആരും വെല്ലുവിളിക്കേണ്ട. വരുന്നാക്കല്ല ചായയും ചോറലും കൊടുത്തോ. എല്ലാ വീട്ടിൽ കയറി ചായ കുടിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ചായയും വെള്ളലും കുടിക്കൂ. അപ്പോൾ ഇത് ശരിക്കും വായിക്കുക. വ്യക്തിയോ മാതാപിതാക്കളോ 2002 പട്ടിക ഇല്ലെങ്കിൽ കമ്മീഷൻ പറയുന്ന 12 രേഖകളിൽ ഒന്ന് നൽകണം. ഇതൊരു ചതിയാണ്. ആദ്യം പറഞ്ഞ വാട്സപ്പിലെ മറ്റേ മെമ്പർമാരെ മെസ്സേജെല്ലാം കണ്ടിനെങ്കിൽ മറ്റേ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളായിരിക്കും. ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങളെ സ്നേഹിക്കാനാണ്. കാരണം ദേശീയപാത ഇന്ന് MLA വിജയൻ സാറിനെ കണ്ടിനി, ആകസ്മികമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഫുൾ ലോഡഡ് ഫ്രൈസും ബിരിയാണിയിലും കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അന്നേരം ചോദിച്ചൊരു കാര്യമെന്ന് 2-3 കാര്യം ചോദിച്ചിട്ട് പറഞ്ഞത് തെറ്റും ചിലത് ശരിയുണ്ടോയെന്ന് അറിയില്ല. ആകെ ഒന്ന് കൺഫേം ചെയ്യണം ഇന്ത്യൻ സിറ്റിസന്. 10 ലക്ഷത്തിൻ്റെ കല്ല് കെട്ടി കടൽ ഭിത്തി കെട്ടാൻ വേണ്ടി 10 ലക്ഷം പാസ്സായത്. MLA വിജയൻ പറഞ്ഞത്, ആ സാറ് പറഞ്ഞത് അതിൻ്റെ പണി തീർന്നിന്നാണ്. ബാക്കി 2-3 ചോദ്യം ചോദിച്ചേരം ആകെ മേലോട്ടായിനി. പിന്നെ ചിരിച്ചുകൊണ്ട് ഇറക്കിയിനി. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവർക്കെല്ലാവർക്കും ആസ്തിയുണ്ട്. ഒരു യുദ്ധം വരുമ്പം ഇപ്പം ബംഗ്ലാദേശിൽ യുദ്ധം വന്നിട്ട് ഷേഖ് ഹസീന ഇപ്പം ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് പോകേണ്ട ഹെലികോപ്റ്ററും ഇവർക്ക് പോകേണ്ട ബസ്സും ഇവർക്ക് പോകേണ്ട ട്രെയിനും നമ്മൾ അറിയുന്നതിന് മുന്നേ ഇവർ നാട് വിടും. ഇവർ പോയതിന് ശേഷം നമ്മൾ അറിയൂ. അതുകൊണ്ട് അതിഥി ദേവോ ഭവ.